ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെട്ടച്ച് കൂടെ ഇന്ന് ഇപ്പം ഞാൻ വന്നേക്കണമെന്ന് നമ്മുടെ ജസിയ ആഷിഖ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിലൊരു വ്ളോഗർ കുട്ടി, ഒരു ലവ് മാരേജ് ആയിരുന്നു. ഭയങ്കര ഇഷ്ടത്തോട് കല്യാണം കഴിച്ച് ജീവിച്ച് കുറച്ച് നാൾ അവർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റുള്ളൂ. പിന്നെയുള്ള സമയം ഫുള്ള് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അവരുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്, ഞാൻ അവരുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ആ കുട്ടി ഇപ്പോൾ ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആ കുട്ടി ഇപ്പോൾ വെൻറ്റിലേറ്ററിലാണ്. ആ കുട്ടിക്ക് ക്യാൻസറാണ്. അപ്പോൾ അത് വീഡിയോ ഇട്ടേക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയുന്നുണ്ട്. പഠിച്ചവൻ ഞാൻ അള്ളാഹ് ആരോഗ്യം കൊടുക്കട്ടെ, എൻ്റെ അസുഖങ്ങളൊക്കെ ഭേദമായി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒരു സഹായമൊക്കെ അവരുടെ യൂട്യൂബ് ജസിയ ആഷിഖ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബിൽ അവരുടെ ഗൂഗിൾ പേ നമ്പറും അതും എല്ലാം കൊടുത്തിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ അതിലേക്ക് പോയിട്ട് അവർ ഹെൽപ്പ് ചെയ്യുക, നമ്മളെക്കൊണ്ട് പറ്റുന്നത്. പിന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ഇത്രയല്ലേ നമുക്ക് പറ്റുള്ളൂ. കാരണം ക്യാൻസർ വന്നു കഴിഞ്ഞാലുള്ള എൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും, എനിക്ക് 10 വയസ്സുള്ളൂ എൻ്റെ വാപ്പിച്ചി മരിക്കുമ്പോൾ. എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ല. പക്ഷേ എങ്കിലും വാപ്പയുടെ വയറിങ്ങനെ വീർത്ത് ഇങ്ങനെ പൊട്ടാറായിട്ടിരിക്കുന്ന വയറ്, മൊത്തം നീര്, ഇതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. വാപ്പ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ട്രീറ്റ്മെൻറ്റ്. എൻ്റെ വാപ്പച്ചിക്ക് 1-2 മാസത്തേക്ക് ആട്ടോ കിടന്നോളൂ. കിടന്നാൽ ഒരു 1.5 കിടപ്പായിരുന്നു. പിന്നെ നെല്ലിമറ്റെന്ന് പറഞ്ഞാൽ അവിടെ മണലുംപാറയുടെ ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ മരിക്കുന്ന ടൈമിലൊക്കെ വാപ്പച്ചി സീരിയസ് ആയ സമയത്തൊക്കെ അവിടെയായിരുന്നു. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ടാണ് മരിക്കണേ. എന്താണെന്ന് വെച്ചാൽ വാപ്പക്ക് വയറിനകത്തായിരുന്നു. വയറിലിങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി വന്നിട്ട് വെള്ളം ഇങ്ങനെ കുത്തിക്കളഞ്ഞു. ഒരു തവണ വെള്ളം എടുത്തു കഴിഞ്ഞപ്പോൾ വാപ്പച്ചി പറഞ്ഞു, എൻ്റെ ചേട്ടത്തി പറഞ്ഞ അറിവ് എനിക്കുണ്ട്, ഇപ്പോൾ വാപ്പയുടെ അസുഖമൊക്കെ പോയി മോനെ, ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. കാരണം വെള്ളം അങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ വാപ്പക്ക് വേദന കുറഞ്ഞു, ഭയങ്കര ആശ്വാസമായി, ഓക്കെ. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ അതുപോലെ തന്നെ വെള്ളം നിറഞ്ഞു എന്നാണ് പറഞ്ഞിട്ടെ. ഭയങ്കര വേദന കൊണ്ട് പിന്നെയും ഇവിടുന്ന് അങ്ങനെ 2-3 പ്രാവശ്യം കൊണ്ട് വെള്ളം എടുത്തു. 3-ാമത്തെ പ്രാവശ്യം എടുത്തോട് ഇതായി. എനിക്ക് ഓർമ്മയില്ല, എനിക്ക് 10 വയസ്സുള്ളൂ. ക്യാൻസർ പോലുള്ള ക്യാൻസർ ഇപ്പോൾ എന്താ വെച്ചാൽ പൊതുവെ എവിടെ നോക്കിയാലും ഈ അസുഖമാണ്. ഇപ്പം അതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലതൊക്കെ നമ്മൾ അറിയില്ല. അപ്പം ഈ ഉള്ളിൽ എന്താണ് പ്രോബ്ലം നമ്മൾ അറിയണില്ല. ഒരു ചെറിയ വയറുവേദന, അല്ലെങ്കിൽ പനി, അല്ലെങ്കിൽ ഒരു ചങ്കരിച്ചിൽ, പുളിച്ചു തേട്ടലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ഗുളിക കഴിക്കും. അല്ലെങ്കിൽ വേദന വന്നാൽ സൈക്ലോവാം എടുത്ത് കഴിക്കും. ശക്തമായ തുമ്മലൊക്കെ ചീറ്റിലേക്കാണ് അലർജി പ്രോബ്ലംസിന് സിട്രസിൻ കഴിക്കും. ഇതൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞാലും കഴിക്കരുത്. ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കഴിക്കില്ല, ഡോക്ടറെ കാണാം എന്ന് പറഞ്ഞാലും അതൊന്നും പലരും മൈൻഡ് ചെയ്യില്ല. ഈ എൻ്റെ സ്വഭാവം തന്നെ ഞാനീ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ അസുഖമുണ്ട് നമ്മളതിൻ്റെ ഒരു 1-ാമത്തെ സ്റ്റേജിലൊക്കെ കണ്ടുപിടിച്ചാലല്ലേ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് ചിലർ അറിയണത് തന്നെ. കാരണം ഇത് ചെറിയ ചെറിയ പ്രോബ്ലംസിലൊക്കെ തുടങ്ങിയാലും നമ്മളത് മൈൻഡ് ചെയ്യില്ല. അപ്പോൾ കുറേ പേരുടെ അങ്ങനെയാണ് ഇതാണ്. കാശുണ്ടായിട്ടും കാര്യമില്ല. കാരണം ചിലപ്പോൾ ഫസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ, നല്ല കാശുള്ള ആളാണ് ഇപ്പോഴും, ഫസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റും. പക്ഷേ ഈ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് നമ്മളിങ്ങനെ സ്വയം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സ്വയം ചികിത്സയാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇപ്പം എൻ്റെ വാപ്പച്ചിക്ക് ഗ്യാസ് ആണ് ഏത് നേരം ചങ്കരിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ റോസ് കളറിലുള്ള ഒരു സൈസ് ഗുളികയുണ്ട്. ആ ഗുളിക വാപ്പച്ചി കഴിച്ചുകൊണ്ട് നടന്നിരുന്നത്. വാപ്പച്ചി എപ്പോഴും കുറേ വാങ്ങിച്ചു വയ്ക്കും. അതിങ്ങനെ കഴിക്കും. ആ ഗ്യാസിൻ്റെ ജെനുസ് എന്താ എൻ്റെ പേരെന്ന് എനിക്കറിയില്ല. ആ ഗുളികയാണ് വാപ്പിച്ച് കഴിച്ചോണ്ട്, റോസ് നിറത്തിലുള്ള റൗണ്ടിൽ, ആ പേരറിയാവുന്നവരെന്ന് പറയണേ. അപ്പം അങ്ങനെ ആ ഗുളിക കഴിച്ചുകൊണ്ട് കിടക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. ഗ്യാസിൻ്റെ ഗുളികയാണ്. അപ്പം ഗ്യാസിൻ്റെ പ്രോബ്ലമാണ്. ആ സമയത്തൊക്കെ ചിലപ്പോൾ നമ്മൾക്ക് അന്നൊന്നും സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. അഥവാ ഉണ്ടായിരുന്നാൽ പോലും ഈ ഗ്യാസിൻ്റെ പ്രോബ്ലംസിനൊക്കെ ഈ ആണുങ്ങൾ എന്താ ചെയ്യുക, എന്തെങ്കിലും ഈ ഗുളികയൊക്കെ വാങ്ങിച്ച് കഴിച്ച് നടക്കല്ലേ ഉള്ളൂ. ഗ്യാസിൻ്റെ മരുന്നൊക്കെ കുടിച്ചാൽ നടക്കുക. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് വാപ്പച്ചിക്ക് എന്താ പറയുക, ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആയപ്പോഴാണ് വാപ്പച്ചിക്ക് തിരിച്ചറിയണത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വയം ചികിത്സ എടുത്താണ്ട് കുറച്ചൊക്കെ നമ്മൾ ഡോക്ടറെ പോയി കാണാം. ഞാൻ എൻ്റെ വൃത്തികെട്ട സ്വഭാവം ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ എന്ത് പ്രോബ്ലം വന്നാലും ഇനിയിപ്പോൾ അതിന് വേണ്ടി ഡോക്ടറെ പോയി ചീട്ടെടുത്തേക്കോ നിന്ന് ഡോക്ടറെ കാണാം, അതിനൊന്നും ടൈമില്ല എന്നുള്ള മൈൻഡിലാണ് പലരും. മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ട് മരുന്ന് അങ്ങനെ ആരും ചെയ്യാതിരിക്കാൻ നോക്കുക. നമുക്ക് ചെറിയ ചെറിയ പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറോടൊന്ന് സംസാരിച്ച് നോക്കുക. ഒരു ബ്ലഡ് ചെക്ക് ചെയ്യുക, അത് നിസ്സാര കാര്യങ്ങളൊക്കെ ഉള്ളൂ.
പക്ഷെ അതൊക്കെ ചെയ്യാതെ കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക അവസാന നിമിഷത്തിലേക്ക് പോയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തേക്കായിരുന്നു, ചിലപ്പോൾ ചികിത്സിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടേനെ എന്നൊക്കെ ചിന്തിച്ച് വേറെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കണ്ട് അതാണ് എൻ്റെ ആപ്പിച്ചിയുടെ ഒരവസ്ഥ. എൻ്റെ ശരിക്കും വ്യക്തമായിട്ടുള്ള ഓർമ്മയൊന്നും എനിക്കില്ല. എൻ്റെ കൂടപ്പിറപ്പുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവൊക്കെ എനിക്കുള്ളൂ. 10 വയസ്സുണ്ടെന്ന് വെച്ചാൽ അന്നൊന്നും 5 വയസ്സുകാരുടെ ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എൻ്റെ അടുത്താ പറയാം. അവന് ആപ്പിച്ചി എന്താ പറയുക മരിച്ച് കിടന്നപ്പോൾ തലേന്ന് മൂരീനെ അറുത്ത് കൊടുത്തിരുന്നു. അങ്ങനെ കൊടുക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ അറവ കഴിഞ്ഞിട്ട് നേരം വെളുത്തിട്ട് ആപ്പിച്ചി മരിച്ചെടുത്തപ്പോൾ ഇറച്ചിയും ചോറും താന്നും പറഞ്ഞ കറിയൊക്കെ ആയിരുന്നു. 10 വയസ്സുകാരുന്ന മന്ദബുദ്ധിയും കണ്ടായിരുന്നു തോന്നുന്നു ഞാൻ. അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് അങ്ങനെ കിടന്ന് കറിയൊന്നുമില്ല. അപ്പോൾ ഒരുപാട് വർഷങ്ങളായില്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ കടന്നു പോയേക്കണോണ്ടാവും ഇങ്ങനെ ഇപ്പോൾ കുട്ടിയുടെ ഇങ്ങനെ ഒരുപാട് നമ്മൾ എൻ്റെ ഈ ഫേസ്ബുക്കിൽ ഞാൻ ഒരുപാട് ഇങ്ങനെ നല്ല വാർത്തകൾ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് വിടാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഒരുപാട് സബ്സ്ക്രൈബർ ഉണ്ടാവും, ഇപ്പോൾ ഇതിനകത്തുള്ളവരും ഉണ്ടാവും ആ കുട്ടിയുടെ സബ്സ്ക്രൈബർ പെട്ടത്. എന്തായാലും ഉള്ളവരെ പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യുക, അവർക്കൊണ്ട് ദുആ ചെയ്യുക, ഇത് മാത്രമേ പറ്റുള്ളൂ. ഇതിപ്പോൾ 2-3 പേര് ഇങ്ങനെ ഇടുന്ന കണ്ടപ്പോൾ ഞാൻ ഇട്ടതാണ്. നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്യുക, ഇത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കര വിഷമം ആ കുട്ടീനെ കണ്ടപ്പോൾ. പഠിച്ചവനെ അവർ പെട്ടെന്ന് ഷിഫയാക്കട്ടെ നമുക്ക് ദുആ ചെയ്യാം, അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാവരും പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യട്ടോ. അപ്പം അസ്സലാമു അലൈക്കും.